അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ 7 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി ഞങ്ങളിത് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞു സിനിമയ്ക്ക് പോകാമെന്ന്. പക്ഷേ ഞങ്ങൾ സിനിമയ്ക്കല്ല പോയത്, നേരെ പാർക്കിലേക്കാണ് പോയത്. ഞങ്ങളുടെ പള്ളുരുത്തിക്കാരുടെ കുമ്പളങ്ങി പാർക്ക്, പെരുമ്പടപ്പിലുള്ള പാലത്തിൻ്റെ അടിയിലുള്ള കുമ്പളങ്ങി പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. ഇടക്കിടക്ക് ഞങ്ങൾ പോകുന്നതാണ് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ എളുപ്പ വഴി കൂടി അങ്ങനെ നടന്നു പോകാമെന്ന് കരുതി അങ്ങനെ കുറച്ച് നടന്നു കേട്ടോ. കുറച്ച് നടന്നിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് ഫാത്തിമ ഹോസ്പിറ്റലാണ്. ഇത് ഞങ്ങളുടെ അല്ലുവിൻ്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. ഇടക്കിടക്ക് ഞങ്ങൾ ഓടി അങ്ങോട്ടേക്കാണ് പോകുന്നത്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പെട്ടെന്ന് ഓടിപ്പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ് അത്, ഫാത്തിമ ഹോസ്പിറ്റൽ. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നത്. പിന്നെ അവിടുന്ന് കുറച്ചങ്ങ് നടന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. ഞായറാഴ്ച ആയത് തന്നെ ഭയങ്കര ഓട്ടോയൊന്നും കുറവായിരുന്നു. അപ്പോൾ അവിടുന്ന് പെരുമ്പടപ്പ് കുമ്പളങ്ങി പാർക്കിലേക്ക് എത്തി. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കളിക്കാനൊക്കെ ആയിട്ട്. ഊഞ്ഞാലുണ്ട്, പിന്നെ ഇങ്ങനെ തീട്ടുന്ന സാധനമൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് കോർപ്പറേഷൻ്റെ എക്സസൈസിനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഓടി നടന്ന എല്ലാവരും അതിൽ തന്നെ കളിക്കണമായിരുന്നു. സിയയും ദിയ അല്ലും ഊഞ്ഞാലാടുകയാണ്. ഇത് കോർപ്പറേഷൻ്റെയൊക്കെ എക്സസൈസിനുള്ള ഐറ്റമാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നോമ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഭയങ്കര ആൾ കുറവായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ തിരക്ക് ഉള്ളായിരുന്നു. പിന്നെ അവിടെ കായൽ തീരം എന്നും പറഞ്ഞ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ തീർന്നായിരുന്നു. ഞങ്ങൾ പുട്ടും പോട്ടിക്കറിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കപ്പയും പോട്ടിക്കറിയും ഇറച്ചിക്കറിയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പോട്ടിക്കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ വന്നു. അപ്പോൾ ദിയക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. ദിയ ചപ്പാത്തി ഒഴിച്ചുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അവൾ ഇച്ചിരി കഴിച്ചു. അങ്ങനെ ഒരു കട്ടൻ ചായയാണ് അടിപൊളി. സാധാരണ ഞാൻ കണ്ടപ്പോൾ ശരിക്കും അധികം കടുപ്പമൊന്നും ഇല്ലാത്ത ഒരു കട്ടൻ ചായ, പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പർ, ഒന്നും പറയാനില്ല. കാരണം അതിൻ്റെ മിൻറ്റ് ലീഫൊക്കെ ഇട്ടിട്ട് നല്ലൊരു കട്ടൻ ചായയായിരുന്നു. കട്ടൻ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. കണ്ടോ, അധികം കടുപ്പമൊന്നും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് കായൽ തീരം റെസ്റ്റോറൻറ്റ്. ഇത് പണ്ട് മുതലേ ഉള്ള റെസ്റ്റോറൻ്റാണ്. അല്ലുവിനൊക്കെ